ഇത്രയധികം ക്ഷമിച്ചുകൊണ്ടൊരു നേതാവിനോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇത്രയധികം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടും അലോസരം ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ ക്ഷമിക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് വേറെ ഒരു നേതാക്കളുടെ കാര്യത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ശശി തരൂർ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇവിടെ മാധ്യമപ്രവർത്തനം അടക്കം എത്രയാണ് ആ റേറ്റിംഗിൽ ഇത്ര താഴെയാണ് കിടക്കുന്നതെന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയും വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞു പോകുന്നത് മറ്റു കാര്യങ്ങൾ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി പറയാതെ ഇന്നത്തെ ഇന്ത്യ കൂടുതൽ അഭിവൃദ്ധിയുള്ളതും പല കാര്യങ്ങളിലും കൂടുതൽ ദൃഢമായ ജനാധിപത്യം ഉള്ള ഒരു രാജ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാനാകുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയൊക്കെ അദ്ദേഹം തന്നെ തള്ളിക്കളയുന്ന രൂപത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതങ്ങനെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു സർവേ, ആ സർവേയിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് 28.3% പേരുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം അപ്പുറത്ത് പിണറായി വിജയന് പിന്തുണ 17.5% ഉള്ളൂ. കെ ശൈലജയ്ക്ക് 24.2% എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ഇവിടെ CPM പോലും ഏറ്റെടുക്കാഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ശൈലജയ്ക്കാണ് കൂടുതൽ അവിടെ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും CPM കൂടി ആ പരിഹാസവുമായി ബന്ധപ്പെട്ട് അതിൽ വരാതിരുന്നതെന്ന് തോന്നുന്നു.